ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് പിന്നെയും ഒരു പ്രാവശ്യം കൂടെ അടുത്തു വരുവാൻ ഒരു നല്ല അവസരം ലഭിച്ചതിനായിട്ട് നമുക്ക് കർത്താവിന് നന്ദി പറയാം. ദൈവം നമ്മുടെ നന്മ മാത്രമാണ് ആഗ്രഹിക്കുന്നത്. ദൈവം തീർച്ചയായിട്ടും നമ്മുടെ സ്നേഹിതനാണ്. ദൈവമക്കളെ അല്ലെങ്കിൽ ദൈവത്തെ സ്നേഹിക്കുന്നവരെ എത്രത്തോളം അനുഗ്രഹിക്കാൻ സാധിക്കുമോ അത് പരിധിയില്ലാതെ ചെയ്യുവാൻ ദൈവത്തിന് മനസ്സാണ്. എന്നാൽ ദൈവവുമായിട്ട് ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല, ഇനി അതിൻ്റെ ആവശ്യമില്ല, ദൈവമില്ല എന്നൊക്കെ പറഞ്ഞ് പല വ്യക്തികളും രംഗപ്രവേശം ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ദൈവം അനുവദിച്ചില്ലായിരുന്നുവെങ്കിൽ അവർ ഈ ഭൂമിയിൽ ജന്മമെടുക്കുക പോലും ഇല്ലായിരുന്നു എന്നതാണ് സത്യം. അവർ വളർന്നു വന്ന സാഹചര്യം, അവർക്ക് ലഭിച്ച കൂട്ടുകാർ, ഏതെങ്കിലും നിലയിൽ അവരുടെ ആഗ്രഹം സാധിക്കാതെ വന്ന നിരാശാഭംഗം തുടങ്ങി പല കാരണങ്ങൾ കൊണ്ടും ചില പ്രത്യേക ശാസ്ത്രങ്ങൾ കൊണ്ടും പല മനുഷ്യരും ദൈവമില്ല എന്നും ദൈവത്തിൻ്റെ ആവശ്യമില്ല എന്നുമൊക്കെ വാദിക്കുന്നതും തർക്കിക്കുന്നതും നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ യിരെമ്യാ പ്രവചനം 32-ാം അധ്യായത്തിൻ്റെ 27-ാമത്തെ വാക്യത്തിൽ ദൈവം പറയുന്നു, ഞാൻ സകല ജഡത്തിൻ്റെയും ദൈവമായ യഹോവയാകുന്നു. ഞാൻ സകല ജഡത്തിൻ്റെയും ദൈവമായ യഹോവയാകുന്നു എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലുള്ള ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്നവർക്കും ദൈവമില്ലെന്ന് വിശ്വസിക്കുന്നവർക്കും സ്രഷ്ടാവായത് നമ്മുടെ ദൈവമാണ്. ഇപ്പോൾ ആ ദൈവത്തെ നിഷേധിച്ച് പറയാം, അത് ഓരോരുത്തരുടെ സ്വാതന്ത്ര്യമാണ്. എന്നാൽ ദൈവം അറിയാതെ ഒരു മനുഷ്യനും ഈ ലോകത്തിൽ ജന്മമെടുക്കുന്നില്ല എന്നുള്ളത് പരമമായ സത്യമാണ്. ജീവൻ നൽകുന്നതും നിലനിർത്തുന്നതും തിരികെ എടുക്കുന്നതും എല്ലാം ദൈവത്തിൻ്റെ അധികാര പരിധിയിൽപ്പെട്ട കാര്യങ്ങളാണ്. സ്തോത്രം. അപ്പോൾ ആ ദൈവം പറയുന്നു, ഞാൻ സകല ജഡത്തിൻ്റെയും ദൈവമായ യഹോവയാകുന്നു. എന്നിട്ട് ദൈവം പറയുന്നു, എനിക്ക് കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? ദൈവത്താൽ അസാധ്യമായ ഒരു കാര്യവുമില്ലെന്നാണ് ദൈവത്തിൽ വിശ്വസിക്കുന്ന ദൈവമക്കൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നത്. സ്തോത്രം. ദൈവത്തിന് അസാധ്യമായിട്ട് ഒരു കാര്യങ്ങളും ഇല്ല. ദൈവത്തോട് അകന്നിരുന്നാൽ നശിച്ചു പോകും, അല്ലെങ്കിൽ തകർന്നു പോകും എന്നൊക്കെ ദൈവവചനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ നാം ആരും അങ്ങനെ തകർന്നു പോകാനോ നശിച്ചു പോകാനോ ആഗ്രഹിക്കുന്നവരല്ലല്ലോ. നമുക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യം വേണം, നമുക്ക് ദൈവത്തിൻ്റെ കൃപ വേണം, നമുക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം വേണം. സ്തോത്രം. അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്ന ഏത് പ്രിയപ്പെട്ടവർക്കും ആ യിരെമ്യാ പ്രവചനത്തിൻ്റെ 32-ാം അധ്യായത്തിൽ അതിൻ്റെ തുടർന്ന് 38, 39, 40 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെയാണ് ഞാൻ ഇവിടെ വായിക്കുന്നത്, അവർ എനിക്ക് ജനമായും ഞാൻ അവർക്ക് ദൈവമായും ഇരിക്കും. സ്തോത്രം. ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്കും ദൈവം എപ്പോഴും അവരുടെ കൂടെ ഉണ്ടാകും. അവർ ദൈവത്തിൻ്റെ മക്കളായിരിക്കും. ദൈവം അവർക്ക് ദൈവമായിരിക്കും. അവർക്കും അവരുടെ മക്കൾക്കും ഗുണം വരത്തക്കവണ്ണം ഞാൻ എന്നേക്കും അവർക്ക് നന്മ ചെയ്തുകൊണ്ടിരിക്കും. അവരെന്നെ ഭയപ്പെടേണ്ടതിന് ഞാൻ അവർക്ക് ഏക മനസ്സും ഏക മാർഗവും കൊടുക്കും. സ്തോത്രം. ഇതാ, ദൈവത്തെ അനുസരിക്കുന്ന ഒരു മാതാപിതാക്കളുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും. അവർക്ക് ശേഷം അവരുടെ മക്കളും അനുഗ്രഹിക്കപ്പെടും. അത് ദൈവത്തിൻ്റെ ഉറപ്പാണ്. സ്തോത്രം. മാത്രമല്ല, ഞാൻ അവരെ വിട്ടുപിരിയാതെ അവർക്ക് നന്മ ചെയ്തുകൊണ്ടിരിക്കും. സ്തോത്രം. ദൈവത്തിൻ്റെ സാന്നിധ്യം, ദൈവത്തിൻ്റെ സ്നേഹം ദൈവം മനുഷ്യനിൽ പ്രകടമാക്കുന്നത് അവർക്ക് നന്മ ചെയ്തുകൊണ്ടാണ്. അവരുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ കൃപയും കടാക്ഷവും അനുഗ്രഹങ്ങളും നിറഞ്ഞു നിൽക്കും. മറ്റുള്ള ഏതൊരു വ്യക്തിയെക്കാളും ദൈവത്തെ സ്നേഹിക്കുന്നവർ
അനുഗ്രഹിക്കപ്പെടുക തന്നെ ചെയ്യും. ഞാൻ അവരെ വിട്ടുപിരിയാതെ അവർക്ക് നന്മ ചെയ്തുകൊണ്ടിരിക്കുകയും എന്നിങ്ങനെ ഞാൻ അവരോട് ഒരു ശാശ്വത നിയമം ചെയ്യും. സ്തോത്രം. എന്നേക്കുമുള്ള ഒരു നിയമം, ദൈവം ചെയ്യുന്ന നിയമം, ദൈവം ചെയ്യുന്ന ഉടമ്പടി അത് മാറിപ്പോകുന്നതല്ല. പലപ്പോഴും പല രാജ്യങ്ങളും തമ്മിൽ ഉടമ്പടി ചെയ്ത് എഗ്രിമെൻ്റ് ഒപ്പിടാറുണ്ട്. പക്ഷേ പല സന്ദർഭങ്ങളിലും സാഹചര്യത്തിനനുസരിച്ച് അവർ മാറുന്നതായിട്ട് കാണുവാൻ സാധിക്കും. എന്നാൽ ദൈവം മനുഷ്യനുമായി ചെയ്യുന്ന ഉടമ്പടി ഒരിക്കലും മാറ്റമുണ്ടാവുകയില്ല എന്ന് ദൈവം ഉറപ്പായി പറയുന്നു. എന്ന് മാത്രമല്ല, അവർ എന്നെ വിട്ടുമാറാതിരിക്കുവാൻ എന്നിലുള്ള ഭക്തി ഞാൻ അവരുടെ ഹൃദയത്തിലാക്കും. സ്തോത്രം. ദൈവം നമ്മളെ സ്നേഹിക്കുന്നതുകൊണ്ട് ദൈവത്തിൻ്റെ ആ ഭക്തി, ദൈവത്തോടുള്ള ഭക്തി നമ്മുടെ ഹൃദയത്തിൽ നൽകി നമ്മളെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഉറച്ചു നിൽക്കുവാൻ ഇടയാക്കും. സ്തോത്രം. നാം ഉറച്ചു നിന്നാൽ, ദൈവത്തോട് ചേർന്ന് നിന്നാൽ നമുക്ക് നന്മയുണ്ട്, അനുഗ്രഹമുണ്ട്, എല്ലാവിധമായ ഉയർച്ചയും ഉണ്ടാകും. സ്തോത്രം. അതുകൊണ്ട് സ്തോത്രം. ദൈവം ചോദിക്കുന്ന ചോദ്യം ഒരു പ്രാവശ്യം കൂടെ ഞാൻ ഉരുവിടുകയാണ്. ഞാൻ സകല ജഡത്തിന് ദൈവമാകുന്നു, എനിക്ക് കഴിയാത്ത വല്ല കാര്യവും ഉണ്ടോ? പ്രിയപ്പെട്ടവരെ, ഏതെങ്കിലുമൊക്കെ വിഷയങ്ങളാൽ ഭാരമില്ലാത്തവർ ആരും ഇവിടെ ഇല്ല. ഏത് വിഷയമായിക്കോട്ടെ, ദൈവത്തിനൊരു കാര്യവും അസാധ്യമല്ല എന്ന് ഉറച്ച് വിശ്വസിക്കണം. അത് ജോലി സംബന്ധമായ വിഷയമായിക്കോട്ടെ, ഉപജീവനം ഇല്ലാത്ത മാർഗമായിക്കോട്ടെ, കടഭാരമായിക്കോട്ടെ, രോഗങ്ങളായിക്കോട്ടെ, വീടില്ലാത്ത കാര്യമായിക്കോട്ടെ, തലമുറയുടെ ഭാവി ആയിക്കോട്ടെ, വിഷയമേതുമായിക്കോട്ടെ, കുഞ്ഞുങ്ങളില്ലാത്ത വിഷയമായിക്കോട്ടെ, എന്തുമായിക്കോട്ടെ, ദൈവത്തിന് അസാധ്യമായിട്ട് ഒരു കാര്യവുമില്ല. അവൻ നമ്മുടെ സ്രഷ്ടാവാണ്, അവൻ നമ്മുടെ പരിപാലകനാണ്, അവൻ നമ്മളെ കാത്തു സൂക്ഷിക്കുന്നവനാണ്, അവൻ നമ്മളെ നിലനിർത്തുന്നവനാണ് എന്നുള്ള ഉത്തമ ബോധ്യവും വിശ്വാസവും നമുക്കുണ്ടെങ്കിൽ നിശ്ചയമായും ഈ ദൈവം എന്നുവന്നേക്കും നമ്മുടെ ദൈവമായിരിക്കും. അവൻ നമ്മളെ ജീവപര്യന്തം വഴി നടത്തുമെന്ന് നമുക്ക് ഉറച്ചു വിശ്വസിക്കാം. സ്തോത്രം. അവൻ നമുക്ക് നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ദൈവമാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൽ ഉറച്ചു വിശ്വസിക്കുക. ദൈവം നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഏതുമായിക്കോട്ടെ അതിന് നിങ്ങൾക്ക് മറുപടി നൽകി നിങ്ങളെ സഹായിക്കും. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. സ്തോത്രം. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല കർത്താവേ, സ്വർഗീയ പിതാവേ, ഈ നല്ല ദിവസത്തിനായിട്ട് കർത്താവേ അടിയങ്ങളെങ്ങനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഹല്ലേലൂയ. അങ്ങ് ആരാണെന്നും ഞങ്ങൾ ആരാണെന്നും ഞങ്ങൾക്ക് ഉത്തമ ബോധ്യമുണ്ട്. സ്തോത്രം. കർത്താവേ, ഞങ്ങൾക്ക് സ്വയമായി ഈ ലോകത്തിൽ ഒന്നും ചെയ്യുവാൻ സാധ്യമല്ല. അങ്ങയുടെ കൃപാകടാക്ഷമില്ലാതെ, അങ്ങയുടെ അനുഗ്രഹമില്ലാതെ, അങ്ങയോട് പറ്റി നിൽക്കാതെ ഞങ്ങൾക്ക് ഈ ലോകത്തിൽ ഒന്നും പ്രാപിക്കുവാൻ സാധ്യമല്ല എന്ന് ഞങ്ങൾ അറിഞ്ഞിരിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ കുറവുകളെ കടക്കടല്ലേ, ഞങ്ങളെ സ്നേഹിക്കണമേ, ഞങ്ങൾക്ക് വേണ്ടി കരുതണമേ, ഞങ്ങളെ പിന്നെ അനുഗ്രഹിക്കണമേ. കർത്താവേ, ഏത് വിഷയത്തിലും ഭാരപ്പെടുന്ന ഓരോ മക്കളുടെയും പ്രാർത്ഥനാ വിഷയങ്ങൾ സ്വർഗം കേട്ട് അതിന് മറുപടി നൽകി അവരെ സഹായിക്കണമേ. സ്തോത്രം. കർത്താവേ, കടഭാരങ്ങളാൽ ഞെരുങ്ങുന്നവരുണ്ട്, സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ കഴിയുന്നവരുണ്ട്, മക്കളില്ലാതെ ഭാരപ്പെടുന്നവരുണ്ട്, കുടുംബത്തിലെ പ്രവേശിക്കാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട്, രോഗങ്ങളാൽ ഭാരപ്പെടുന്നവരുണ്ട്, സ്വന്തമായിട്ട് വീടില്ലാത്തവരുണ്ട്. അങ്ങനെയുള്ള എല്ലാ വിഷയങ്ങളും, അത് ഏത് വിഷയമായിക്കോട്ടെ, എൻ്റെ കർത്താവിനൊന്നും അസാധ്യമല്ല എന്ന് ഞങ്ങളെ കേൾപ്പിച്ചതുപോലെ ഞങ്ങൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്ന കർത്താവേ, അങ്ങ് അനുഗ്രഹിക്കണമേ, സഹായിക്കണമേ, മുടങ്ങിക്കിടക്കുന്ന വഴികൾ തുറക്കണമേ. അത്ഭുതങ്ങൾ കർത്താവ് പ്രവർത്തിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൃത്യമായിട്ട് കർത്താവേ, ഗൾഫ് മേഖലയിൽ ഉണ്ടായിരിക്കുന്ന ആ യുദ്ധത്തെ അങ്ങ് കർത്താവെ അമർച്ച ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, രാജ്യത്തോട് എതിർക്കുന്നു. ഇതെല്ലാം അന്ത്യകാല സംഭവങ്ങളാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്ന കർത്താവെ. ഹല്ലേലൂയ. ഞങ്ങളുടെ കർത്താവെ, പ്രിയപ്പെട്ടവർ ആ ദേശങ്ങളിലെല്ലാം ഉണ്ട്. അവരെ അവിടുന്ന് കർത്താവെ മുദ്രയിട്ട് സൂക്ഷിച്ചു കൊള്ളണമേ. ദൂതന്മാരുടെ കാവലി കർത്താവ് പരിപാലിച്ചതിനെ പറ്റിയുമായിട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. അങ്ങയുടെ കുഞ്ഞുങ്ങളെ രക്തക്കൊട്ട കർത്താവ് മറച്ചുള്ളതിനാണ് നന്ദിയോടെ സ്തോത്രം കർത്താവെ. ദൈവത്തിന് സ്തോത്രം. കർത്താവെ, അങ്ങ് യുദ്ധങ്ങളെ നിയന്ത്രിക്കണമേ. സമാധാനത്തിൻ്റെ പാതയിലേക്ക് കർത്താവെ, രാജ്യങ്ങളെ ചർച്ചയിലേക്ക് കർത്താവ് ക്ഷണിക്കണമെന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവിടുത്തെ കരനീട്ടി യുദ്ധങ്ങളെ നിർത്തൽ ചെയ്ത് സമാധാനം പുനഃസ്ഥാപിക്കണമെന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. ഇന്ന് ഈ മെസ്സേജ് കേട്ട പ്രിയപ്പെട്ട എല്ലാം കർത്താവ് അനുഗ്രഹിച്ചനായ സ്തോത്രം. എല്ലാ വിഷയം കർത്താവ് മറുപടിയിൽ സഹായിച്ചനായ സ്തോത്രം. സമസ്തവും കേൾക്കുന്ന അൻപുള്ള യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കരുണയുടെ കേട്ട് ഉത്തരമരുളവാകണം സ്വർഗീയ പിതാവേ. ആമേൻ. കരിസ്മ പ്രയർ മിനിസ്ട്രി നിങ്ങൾക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവം നിങ്ങളുടെ പ്രാർത്ഥനകൾക്കും വേഗത്തിൽ മറുപടി ലഭിക്കും. കർത്താവ് എല്ലാവരും സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. താങ്ക് യു.